ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, പ്രിയ യൗവനക്കാരെ, നിങ്ങളൊക്കെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും കൊണ്ട് അവന്റെ കുരിശിന്റെ മുമ്പിൽ നമ്മൾ വെക്കുവാനായിട്ട് ചെല്ലുമ്പോൾ, അവനോട് നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും പരാതികളും നമ്മൾ പറയുവാനായിട്ട് ചെല്ലുന്നതിന് മുമ്പ്, പ്രിയ സഹോദരങ്ങളെ, ഒന്നോർക്കുക. നീ അവന്റെ മുമ്പിൽ പരാതിയുമായിട്ട് ചെന്ന് നിൽക്കുന്നതിന് മുമ്പ് വരെയുള്ള നിന്റെ ജീവിതത്തിൽ അവൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവൻ നിനക്ക് ചില നിയമങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു, പ്രമാണങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. നീ അതിലേതെങ്കിലും ലംഘിച്ചിട്ടാണ് അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത്. നീ അതെന്തെങ്കിലും പാലിച്ചിട്ടാണ് അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു സമൂഹമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് പുലർത്തി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ മൊത്തത്തിൽ ബാധിക്കും. അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കർത്താവിനോട് ഞാൻ ഇന്നത് പ്രാർത്ഥിച്ചു, ഇന്നത് യാചിച്ചു, എൻ്റെ അപേക്ഷയുടെ സ്വരം അവൻ്റെ ചെവിയിൽ എത്തിയില്ലയോ? ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ദൈവത്തോട് പല കാര്യങ്ങൾ ആലോചിക്കുന്നു, പല കാര്യങ്ങൾ പറയുന്നു, എങ്കിലും ദൈവം എനിക്കൊരു ഉത്തരം തരുന്നില്ല. ഞാൻ ആ പ്രാർത്ഥനാ കൂട്ടത്തിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ഞാൻ അപ്പുറത്തേക്ക് പോകുന്നു, അതിനപ്പുറത്തുള്ള മറ്റൊരു സങ്കേതങ്ങളിലേക്ക് ഞാൻ പോകുന്നു. എന്തിന്? നമ്മൾ ഓരോരുത്തരുമായിട്ട് ഓടി നടക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ നമ്മുടെ ദൈവത്തെ ഹൃദയം കൊണ്ട് നമ്മൾ അറിയണം. നമ്മൾ അവിടെയും ഇവിടെയും ഓടി നടന്നിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുവാനുള്ള കാരണം എന്താണ്? നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം അങ്ങ് സ്വർഗത്തിലേക്ക് ഉയർന്ന് കേൾക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അത് കൃത്യമായിട്ട് വചനം പറയുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിലെ യഹോവയായ ദൈവം മോശയോട് സീനായ് മരുഭൂമിയിൽ വെച്ച്, സീനായ് മലയിലേക്ക് മോശയെ വിളിക്കുമ്പോൾ അവനോട് കർത്താവ് പ്രത്യേകമായിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ നിയമം പ്രമാണിക്കുക. അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ നിയമം പ്രമാണിക്കുക. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പരാതിയുടെ ഭാണ്ഡക്കെട്ടുമായിട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് നിൽക്കുക. നീ അവൻ്റെ പ്രമാണങ്ങളെല്ലാം അനുസരിച്ചിട്ടുണ്ടോ? അവൻ്റെ കൽപ്പനകളെല്ലാം നീ അനുസരിച്ചിട്ടുണ്ടോ? അത് ശ്രദ്ധിക്കുക. നീ ഭർത്താവ് പ്രാർത്ഥന കേട്ടില്ല എന്ന് പറയുന്നതിന് മുമ്പ് നീ ഈ വാക്കുകൾ കേൾക്കുക. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.